എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിൽ അടങ്ങിയിരിക്കുന്ന സത്ത് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം പ്രതിഫലിക്കുന്നുവെന്നും രാമായണത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കുവാൻ പറ്റും എന്നുള്ള പല കാര്യങ്ങളും രാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ ശ്രീരാമചന്ദ്രനെക്കുറിച്ച് പലതും പല രീതിയിലൊക്കെ ആൾക്കാർ പറഞ്ഞു പരത്തുന്നുണ്ട്. നമ്മൾ ഭഗവാനെ വിശ്വസിക്കാതെ ഇരിക്കുവാൻ വേണ്ടിയൊക്കെയാണ്. പക്ഷേ തലേ ദിവസം അയോധ്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം സമ്പൽ സമൃദ്ധിയാൽ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യം തരാമെന്ന് ശ്രീരാമചന്ദ്രനോട് ദശരഥ മഹാരാജാവ് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ പറയുന്നു, ആ രാജ്യം തരുന്നതുമില്ല, പകരം 14 വർഷം കാട്ടിൽ ജീവിക്കണമെന്നുള്ളത്. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ 14 വർഷം കാട്ടിൽ കഴിയണം എന്ന്. പണ്ട് കൈകേയിക്ക് അസുരന്മാരും ദേവേന്ദ്രന്മാരുമായി യുദ്ധം നടന്ന സമയത്ത് ദശരഥ മഹാരാജാവിനോടൊപ്പം ഈ കൈകേയിയും യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയി. ആ സമയത്താണ് അസുരന്മാരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ രഥത്തിൻ്റെ ഒരു ചക്രം ഇളക്കിത്തെറിക്കുവാൻ പോകുന്ന സമയത്ത് അത് അച്ചാണി എന്ന് പറയും, അത് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് തെറിച്ചു പോകുന്ന സമയത്ത് ഈ കൈകേയി സ്വന്തം കൈ അതിലിട്ടുകൊണ്ട് ആ ചക്രം ഊരിത്തെറിച്ച് പോകാതെ ദശരഥ മഹാരാജാവിനെ രക്ഷിച്ചു. അപ്പോൾ അങ്ങനെ ഉള്ള ആ കൈകേയിക്ക് ദശരഥ മഹാരാജാവ് പറഞ്ഞു, നിനക്ക് 2 വരം ഞാൻ തരാം, ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് അത് ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നാൽ മതിയെന്ന് അന്ന് കൈകേയി പറയുകയുമുണ്ടായി. അതനുസരിച്ചാണ് രാമദേവന് ശ്രീരാമചന്ദ്രന് അയോധ്യയിലെ രാജാവായി വാഴിക്കാമെന്ന് ദശരഥൻ നിശ്ചയിക്കുന്ന സമയത്ത് മന്ദരയുടെ ആ നിർദ്ദേശപ്രകാരം കൈകേയി തൻ്റെ മകനായ ഭരതന് രാജ്യം കൊടുക്കണമെന്ന് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞത്. അന്ന് ചോദിക്കാതിരുന്ന ആ 2 വരം ഇന്ന് കൈകേയി ചോദിച്ചുകൊണ്ട്, ഒന്ന് 14 വർഷം കാട്ടിൽ ശ്രീരാമചന്ദ്രൻ വസിക്കണം, പകരം രാജാവായി ഭരതനെ വാഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഈ അച്ഛൻ്റെ വാക്ക് കേട്ടുകൊണ്ട് കാട്ടിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ തയ്യാറായി. അയോധ്യ എന്ന രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് കാട്ടിൽ വസിക്കുവാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ തയ്യാറായ സമയത്ത് ഒപ്പം ലക്ഷ്മണനും കൂടെ പുറപ്പെടുവാൻ വേണ്ടി തീരുമാനിച്ചു. അതിനോടൊപ്പം തന്നെ തൻ്റെ ഭാര്യയായ സീതാദേവിയും ശ്രീരാമചന്ദ്രനോട് പുറപ്പെടുവാൻ വേണ്ടി തയ്യാറായി. ഇവിടെയാണ് നമ്മൾ ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കുന്നത്. സ്വന്തം കുഞ്ഞമ്മയുടെ മകനാണ് ദശരഥ മഹാരാജാവിൻ്റെ മറ്റൊരു ഭാര്യയായ സുമിത്രയുടെ മകനാണ് ലക്ഷ്മണൻ. എന്നിട്ട് പോലും ശ്രീരാമചന്ദ്രനോടൊപ്പം കാട്ടിലേക്ക്, അയോധ്യയിലെ സുഖസൗകര്യങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി, ജ്യേഷ്ഠനോടൊപ്പം പുറപ്പെടുവാൻ വേണ്ടി ലക്ഷ്മണൻ തയ്യാറായി. അപ്പോൾ ഇന്നത്തെ കുടുംബങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുജനും ജ്യേഷ്ഠനും തമ്മിലൊക്കെ വഴക്കുകളും ഒക്കെ നടക്കുന്ന സമയമാണ്. വസ്തുവിനെ ചൊല്ലിയും പണത്തെ ചൊല്ലിയും അല്ലെങ്കിൽ അധികാരങ്ങളെ ചൊല്ലിയും ഒക്കെ നടക്കുന്ന സമയത്ത് ആ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജ്യേഷ്ഠനോടൊപ്പം നിന്ന അതിശ്രേഷ്ഠനായ ഒരാളാണ് ലക്ഷ്മണൻ. സീതാദേവിയും അത് തന്നെ, ഭർത്താവ് പോകുന്നുവെങ്കിൽ പോകട്ടെ എന്ന് നിശ്ചയിക്കുന്ന ഇന്നത്തെ നാരിമാരിൽ നിന്നും വ്യത്യസ്തയാണ് സാക്ഷാൽ സീതാദേവി. ഭർത്താവിനോടൊപ്പം ഈ കാട്ടിലെ ദുർഘടം പിടിച്ച ആ വഴികളിലൂടെയെല്ലാം സഞ്ചരിക്കാനും ഒരു പേടി കൂടാതെ, ഭർത്താവുണ്ടെങ്കിൽ തനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് യാത്ര തിരിച്ച ആളാണ് സീതാദേവി. എന്നിട്ടോ പിന്നീട് ഭരതനും ശത്രുഘ്നനും വന്നപ്പോൾ ഞങ്ങൾക്ക് ജ്യേഷ്ഠനേക്കാൾ ഒന്നുമല്ല ഈ രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ചെന്ന് ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് അയോധ്യ രാജ്യം ഭരിക്കണമെന്ന് അഭ്യർത്ഥിച്ച ആളുകൂടിയാണ് ഭരതൻ. ഒട്ടും നിവർത്തിയില്ലാതെ അദ്ദേഹത്തിൻ്റെ പാദുകം വാങ്ങി അത് അയോധ്യയിലെ സിംഹാസനത്തിൽ വച്ചിട്ട് നന്ദിഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി എങ്ങനെയാണോ ശ്രീരാമചന്ദ്രൻ കാട്ടിൽ കഴിയുന്നത് അതുപോലെ നന്ദിഗ്രാമിൽ ഇരുന്നു കൊണ്ട് ഭരണം നിർവഹിച്ച ആളുകൂടിയാണ് ഭരതൻ. ഇവിടെയാണ് സഹോദരങ്ങളുടെ ആ ഒരു ഐക്യവും സ്നേഹവുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്.
ഇപ്പോൾ അച്ഛനാണ് പറഞ്ഞത് കാട്ടിലേക്ക് പോകുവാൻ, പണ്ടത്തെ വരം കൊടുത്ത വരം അത് പാലിക്കുവാൻ വേണ്ടി. ഇന്നാണെങ്കിൽ അച്ഛനെയെല്ലാം ധിക്കരിച്ച് അമ്മയെയും ഒക്കെ ധിക്കരിച്ചതിന് ശേഷം നടക്കുന്ന പുത്രന്മാർക്ക് മാതൃകയായി മാറുകയാണ് ശ്രീരാമചന്ദ്രൻ. ഒപ്പം ഭർത്താവിൻ്റെ സുഖസൗകര്യങ്ങളാണ് തനിക്കും എന്ന് കരുതി ജീവിച്ച ഒരാൾ കൂടിയാണ് സീതാദേവി. ലക്ഷ്മണനും അതെ, ലക്ഷ്മണനും വേണമെങ്കിൽ കൊട്ടാരത്തിൽ ജീവിക്കാമായിരുന്നു. പക്ഷേ ലക്ഷ്മണനും അത് ചെയ്തില്ല. തൻ്റെ ജ്യേഷ്ഠനേക്കാൾ മറ്റൊന്നും തനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും യാത്രയ്ക്ക് തയ്യാറായി. ഇവിടെ മറ്റൊരു സംഗതി കൂടെയുണ്ട്. ഇപ്പോൾ സീതാദേവി തൻ്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രനോടൊപ്പമുണ്ട്. മാണ്ഡവിയും ശ്രുതകീർത്തിയുമൊക്കെ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം കൂടെയുണ്ട്. പക്ഷേ കൂടെയില്ലാതിരുന്ന ഭർത്താവിനെ വെടിഞ്ഞിരിക്കേണ്ട ഒരാളാണ് ഊർമിള എന്ന് പറയുന്നത്. അത് ലക്ഷ്മണൻ്റെ ഭാര്യയാണ്. അവിടെയാണ് ഊർമിളയുടെ ഈ ത്യാഗം നമ്മളൊക്കെ മനസ്സിലാക്കാൻ. അതിന് ഉപകഥകളിലൂടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഊർമിളയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ലക്ഷ്മണൻ എന്നോടൊപ്പം യാത്ര തിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് എന്താണ് വരം നിനക്ക് ആവശ്യം എന്ന് ചോദിക്കുന്ന സമയത്ത് ഊർമിള പറഞ്ഞത്, എനിക്കൊരിക്കലും എൻ്റെ ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്നതായി തോന്നരുതേ എന്നുള്ള വരമാണ് അന്ന് ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നത്. അപ്പോൾ ഊർമിളയ്ക്ക് എപ്പോഴും തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിചാരം ഉണ്ടാവും. ഇനി അതൊക്കെ പോയിട്ട് ജ്യേഷ്ഠത്തിയുടെ പുത്രനാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തോടൊപ്പമാണ് തൻ്റെ മകനായ ലക്ഷ്മണൻ പുറപ്പെടുന്നത്. ഈ സമയത്ത് ആ അമ്മ വന്ന് ലക്ഷ്മണനെ വിലക്കുകയല്ല ചെയ്തത്, പകരം ദശരഥൻ എന്ന് രാമനെ നീ കരുതണം, നിൻ്റെ അച്ഛനാണ് ശ്രീരാമചന്ദ്രൻ എന്ന് കരുതണം, ഒപ്പം സീതാദേവി സുമിത്ര അതായത് ഞാനെന്ന് കരുതണം, ലക്ഷ്മണൻ്റെ അമ്മയായി സീതാദേവിയെ കരുതണം, പിന്നെ കാട് അത് അയോധ്യ എന്നും കരുതണം. എന്നിട്ടോ പറഞ്ഞത് നീ മുമ്പിൽ നടക്കണം, മുമ്പേ വേണം മറ്റുള്ളവരും നടക്കാൻ എന്ന് ഒരു മകനെ ആശീർവദിക്കുന്ന ആ ഒരു രംഗം നമ്മുടെയൊക്കെ കണ്ണുകളെ നിറയ്ക്കും. രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭാഗവും കൂടിയാണ് അന്ന് ആ സുമിത്രാദേവി പറഞ്ഞത്. ഇപ്പോൾ രാമായണത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും സുമിത്രാദേവി പറഞ്ഞ ആ ഒരു നിമിഷം, ആ വാക്കുകൾ, അതാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒന്ന് കൂടിയാണ് രാമായണം എന്ന് നമുക്ക് മനസ്സിലാക്കാം.